Very good morning, dear students. So in the last class we have seen about the import of capital goods, and now we are going to see about Foreign Investment Promotion Board. Okay, അപ്പോൾ capital goodsനെ കുറിച്ച് എന്തൊക്കെയായിരുന്നു നമ്മൾ നോക്കിയത്? നമ്മുടെ ഇൻഡസ്ട്രിക്ക് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പുറമെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ പോലത്തെ ഡെവലപ്പിംഗ് കൺട്രീസ്, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ടുള്ള കൺട്രീസിനൊക്കെ ഫോറിൻ കൊലാബറേഷൻ അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ എൻകറേജ് ചെയ്യുന്നുണ്ട്. വൈ ദിസ് ഈസ് ഹാപ്പനിങ് സോ ഇസ് it is so helpful for the developing countries that with the investment of foreign countries will make them develop in many ways എന്നുള്ളതാണ്. സോ പുതിയ ടെക്നോളജിയുടെ കാര്യത്തിലായാലും അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് വരാനായിട്ട് ഏറ്റവും നല്ലതാണ്. ഓക്കെ, സോ നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു, എന്താണ് അവരുടെ മെയിൻ ഉദ്ദേശം എന്നുള്ളതും അതേപോലെ തന്നെ അതിൻ്റെ അപ്രൂവൽ, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് FIPB has been constituted by the government with the intention of promoting and attracting foreign investment in India. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്? ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് FIPB സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഹൈ പവർഡ് കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ദ പ്രൈം മിനിസ്റ്റർ, ഫിനാൻസ് സെക്രട്ടറി ആൻഡ് കൊമേഴ്സ് സെക്രട്ടറി. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി. സോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെറിയ ആൾക്കാരൊന്നുമല്ല, നിസ്സാരപ്പെട്ട ആൾക്കാരൊന്നുമല്ല. പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ദി പ്രൈം മിനിസ്റ്റർ ആളാണ് ചെയർമാനായിട്ട് വരുന്നത്. ഫിനാൻസ് സെക്രട്ടറി ഉണ്ട്, കൊമേഴ്സ് സെക്രട്ടറി ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. Expeditious clearance of proposals, maintenance of contacts with inviting international companies to make investment in the country. Boards programs include activities such as marketing, energy conservation, technology upgradation, infrastructure development, increase in employment, etc. Okay, the government gives approval in the area of transport, communication, electronics, energy, oil and gas exploration, chemicals, fertilizers, biotechnology, civil aviation, etc. സോ ഇവരുടെ മെയിൻ തിങ് എന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രപ്പോസൽസിൻ്റെ ക്ലിയറൻസിന് വേണ്ടിയിട്ടാണ്. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ഇൻ്റർനാഷണൽ കമ്പനീസ് ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇവർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്ന ചില മേഖലകളുണ്ട്. അത് ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ്, എനർജി, ഗ്യാസ് എക്സ്പ്ലോറേഷൻ, കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ്, ബയോടെക്നോളജി, ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് ദെൻ ഇതിൻ്റെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ആപ്ലിക്കേഷൻ ഫോർ അപ്രൂവൽ. ആപ്ലിക്കേഷൻ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് form is to be submitted to FIPB, Secretariat for Industrial Assistance, Ministry of Industry, New Delhi. No fee is required to be paid. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ മാത്രം സബ്മിറ്റ് ചെയ്യാം. അതിനിപ്പോൾ തൽക്കാലം ഒരു സ്പെസിഫൈഡ് ഫീ ഒന്നും അവർ മേടിക്കുന്നില്ല. ആൻഡ് ദെൻ ആപ്ലിക്കേഷൻ ക്യാൻ ഓൾസോ ബി സബ്മിറ്റഡ് ടു ഓൾ ഇന്ത്യൻ മിഷൻസ് എബ്രോഡ്. അതിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ അപ്രൂവൽസ് ആർ നോർമലി ഗിവൻ വിത്തിൻ 4 to 6 weeks ഓഫ് സബ്മിറ്റിംഗ് ദി ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ഒരു 1 month അല്ലെങ്കിൽ 1.5 months നമുക്ക് ഇതിൻ്റെ അപ്രൂവൽ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സെറ്റിംഗ് അപ്പ് ഓഫ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. സോ അതിനെ കുറച്ച് ചെറിയ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. ദ മെയിൻ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സെറ്റിംഗ് അപ്പ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് സെലക്ഷൻ.
സോ വൺസ് നമുക്ക് ഐഡിയ ജനറേഷൻ എന്നൊക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയിലുണ്ടാവും എന്ന് വിചാരിക്കണം. പല സോഴ്സസിൽ നിന്ന് നമുക്ക് ഐഡിയ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ള ഐഡിയാസ് മുഴുവൻ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ വി വിൽ വൺ ബൈ വൺ വിൽ സ്ക്രീൻ ഇറ്റ് ഔട്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ സ്ക്രീൻ ചെയ്ത് നമുക്ക് ഫൈനലി നമ്മളൊരു ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. So once the ideas are screened and a viable business opportunity emerges, the project has to be conceptualized in all its dimensions. The 4 P's of the project ആണ് നമ്മളിപ്പോൾ പറയാൻ പോണത്. ഒന്ന് പ്രോഡക്റ്റ്, മറ്റൊന്ന് പ്രോസസ്സ്, മറ്റൊന്ന് പ്ലേസ് ആൻഡ് പാർട്ട്ണർ. അങ്ങനെ 4 കാര്യങ്ങളാണ് വരുന്നത്. സോ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ the ultimate thing, what you are going to produce. What is the size, what is the shape of that, what is the nature of the product, okay? So അതൊക്കെയാണ് നമുക്ക് പ്രോഡക്റ്റ് എന്ന് പറയുന്ന പിയിൽ വരുന്നത്. ആൻഡ് ദെൻ പ്രോസസ്. സോ വാട്ട് ടെക്നോളജി യു ആർ ഗോയിങ് ടു അഡോപ്റ്റ് ടു പ്രൊഡ്യൂസ് ദാറ്റ് പ്രോഡക്റ്റ് എന്നുള്ളതാണ്. ആൻഡ് തേർഡ് വൺ ഈസ് പ്ലേസ്, ദ ലൊക്കേഷൻ ഓഫ് പ്ലാന്റ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് പാർട്ട്ണർ, ടെക്നോളജിക്കൽ ഓർ ഫിനാൻഷ്യൽ കൊളാബറേറ്റർ ആരെങ്കിലും നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ, പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ പാർട്ട്ണർ ആരാന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും. ഓക്കെ, സോ അപ്പോൾ ഈ 4 പീസാണ് നമ്മൾ ആദ്യം പ്രൊജക്റ്റിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത്. സെക്കൻഡ് തിങ് ഈസ് മേക്കിംഗ് എ പ്രോഡക്റ്റ് ചോയ്സ്. So in a project conceptualization stage, while making a product choice, following factors are related. എന്തൊക്കെയാണ് അതിൽ വരുന്ന ഫാക്ടേഴ്സ്? ഒന്ന് പ്രോഡക്റ്റ് ലൈൻ, അതായത് പ്രോഡക്റ്റിൻ്റെ ഡെപ്തും വിഡ്ത്തും, എത്രത്തോളം നമ്മൾ പ്രോഡക്റ്റ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, അതിൻ്റെ പാക്കേജിങ്, ബ്രാൻഡിങ്, വാറൻറ്റീസ് ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മേക്കിംഗ് എ പ്രൊഡക്റ്റ് ചോയ്സിൽ നമുക്ക് വരുന്നത്. ആൻഡ് ദെൻ സം അതർ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈസ് ഓഫ് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, പ്രോസസ് ടെക്നോളജി, ആക്സസിബിലിറ്റി ടു ദി മാർക്കറ്റ്, ഇൻസെൻറ്റീവ് ആൻഡ് സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ്. സോ മേക്കിംഗ് എ പ്രൊഡക്റ്റ് ചോയ്സ് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ലൈൻ വരുന്നുണ്ട്, അതിൽ പാക്കേജിങ് വരുന്നുണ്ട്, ബ്രാൻഡിങ് വരുന്നുണ്ട്. ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പെർട്ടിക്കുലർ നെയിം വിച്ച് വി ആർ ഗിവിങ് ടു ദി പ്രോഡക്റ്റ്, and also what are the warranties we are providing, and if we are giving any after sale service, ആ കാര്യങ്ങളും നമ്മൾ അതിൽ സ്പെസിഫൈ ചെയ്യേണ്ടതാണ്. ആൻഡ് ദെൻ നമ്മൾ ശ്രദ്ധിക്കാതെ പോകാതിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ്, ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, അത് ഈസിലി അവൈലബിൾ ആണോ നോക്കുക. പ്രോസസ് ടെക്നോളജി, അതേപോലെ തന്നെ മാർക്കറ്റിലേക്ക് പ്രോഡക്റ്റ്സ് എത്തിക്കാനുള്ള ആക്സസിബിലിറ്റി. ആൻഡ് ദെൻ ഇൻസെൻറ്റീവ്, അതേപോലെ സബ്സിഡിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാർക്കറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രൊഡക്റ്റ് സെലക്ഷൻ. കാരണം ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റാണ് കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അറിയാനും, ഏകദേശം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് ഓൾറെഡി മാർക്കറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിമാൻഡും അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയും, അതേപോലെ തന്നെ ഹൗ ദേ ആർ ഇൻട്രസ്റ്റഡ് ആൻഡ് വാട്ട് മേക്ക് ദം ഇൻട്രസ്റ്റഡ് ഇൻ ദി പ്രൊഡക്റ്റ് എന്നുള്ള കാര്യങ്ങളും കൺസ്യൂമറിൻ്റെ ടേസ്റ്റും പ്രിഫറൻസസും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, സോ in the case the entrepreneur is looking for a product which has export potential ഉള്ളത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നോക്കാം. What should be the contents of export product portfolio? What are the special requirements for packaging if one has to export the products? What product adaptations are needed? Are any WTO conditionalities ഇൻവോൾവ്ഡ്? ചൈൽഡ് ലേബർ ഫ്രീ, അതല്ലാന്നുണ്ടെങ്കിൽ ISO 9000 സർട്ടിഫൈഡ്, അങ്ങനത്തെ എന്തെങ്കിലും അതിൽ വരുന്നുണ്ടോ എന്നുള്ളത്. ദി ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്പോർട്ട് പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ ക്യാൻ ബി ഡൺ ബൈ കൺസിഡറിങ് 4 പാരാമീറ്റേഴ്സ്. എന്തൊക്കെയാണ് ആ 4 പാരാമീറ്റേഴ്സ്? എക്സ്റ്റേർണൽ ഡിമാൻഡ് കണ്ടീഷൻസ്, ഇൻറ്റേർണൽ സപ്ലൈ capability, complexity of marketing task, amount of investment required to penetrate the market. സോ നമുക്കതിൽ എക്സ്റ്റേർണൽ ഡിമാൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും ഇൻറ്റേർണൽ
ഇൻറ്റേർണലി ദറ്റ് ഈസ് മാർക്കറ്റിലുള്ള സപ്ലൈ കേപ്പബിലിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളതും കോംപ്ലക്സിറ്റി ഓഫ് മാർക്കറ്റിംഗ് ടാസ്ക്, ഈ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതേപോലെ തന്നെ എത്രത്തോളം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് ആവശ്യം വരുന്നത്, ദറ്റ് ഈസ് മാർക്കറ്റിലേക്ക് പെനട്രേറ്റ് ചെയ്യാനായിട്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലാണോ അതിന് മുമ്പത്തെ ക്ലാസ്സിലാണോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഫ് ദി മാർക്കറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ദി കോമ്പറ്റീറ്റേഴ്സ്, മാർക്കറ്റ് ഇങ്ങനെ ഫുൾ ടൈറ്റ് ചെയ്ത് ക്ലോസും ചെയ്തിട്ട് നിൽക്കുന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മളൊരു പ്രോഡക്റ്റും കൊണ്ട് മാർക്കറ്റിലേക്ക് എൻട്രി നടത്താൻ പോകുന്നതെങ്കിൽ വി ഹാവ് ടു പെനട്രേറ്റ് ഇൻ ടു ദി മാർക്കറ്റ്. ഓക്കെ, നമുക്ക് അതിൻ്റെ സൈഡിലൊന്നും നിന്നാൽ നമ്മളൊരാളും ശ്രദ്ധിക്കില്ല, നമുക്കത് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് തുളച്ച് കയറണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെനട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്നെങ്കിൽ ബ്രാൻഡ് ഇമേജ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ലോ പ്രൈസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ദ ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കണം, എന്തെങ്കിലും ബാക്കിയുള്ള പ്രോഡക്റ്റിനേക്കാളും മികച്ചതായിട്ട് എന്തെങ്കിലും ഒരു സുപ്പീരിയർ ക്വാളിറ്റി നമ്മുടെ പ്രോഡക്റ്റിന് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് വി ക്യാൻ പെനട്രേറ്റ് ഇൻ ടു ദി മാർക്കറ്റ് എന്നുള്ളത്. ഓക്കെ, അനാലിസിസ് ക്യാൻ ബി കണ്ടക്റ്റഡ് യൂസിങ് ദീസ് 4 ഡയമെൻഷണൽ മോഡൽസ്. അപ്പോൾ ഈ 4 കാര്യങ്ങളിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് കൃത്യമായിട്ട് ഒരു അനാലിസിസ് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, and then is process selection, which process we are going to implement എന്നുള്ളത് അല്ലെങ്കിൽ follow എന്നുള്ളത്. Choices of process technology emerge once the product is finalized. അല്ലേ, ഈ പ്രോഡക്റ്റ് മതി, this is the product which we are going to produce or manufacture എന്നുള്ളത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫൈനലൈസ് ചെയ്യേണ്ട കാര്യം ഏതാണ്, which process or which technology you are going to adopt in your organization. For some complex products, process know-how has to be imported. In such cases, agreements for technology transfer should be made with due care to safeguard interest. Indigenously developed process know-how has intrinsic benefits such as appropriateness and relative inexpensiveness. While checking out on a process technology, the following things has to be considered with utmost care. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മളൊരു പ്രോഡക്റ്റ് ഫൈനലൈസ് ചെയ്തു, and now we are going to finalize the process. ഓക്കെ, അപ്പോൾ പ്രോസസ്സ് ഫൈനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ചില സമയത്ത് ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ നോഹൗ എന്ന് പറയുന്നത് അതർ കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് പ്രോസസ്സ്, ദറ്റ് ഈസ് the process or the technology that has been developed in the country itself. അപ്പോൾ നമ്മുടെ സ്വന്തം രാജ്യത്ത് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ നോഹൗ അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോസസ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. സോ വെദർ പ്രോസസ് റിക്വയേഴ്സ് വെരി ഹൈ ലെവൽ ഓഫ് സ്കിൽഡ് വർക്കേഴ്സ് ഓർ കോംപ്ലെക്സ് മെഷീൻസ്. അപ്പോൾ നമുക്ക് ആദ്യം ഡിസൈഡ് ചെയ്യേണ്ട കാര്യം എന്താണ്, ഹൈ ലെവൽ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വേണോ അതല്ലാന്നുണ്ടെങ്കിൽ മെഷീനറീസ് വേണോ എന്നുള്ളതാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. വെദർ പ്രോസസ് റിക്വയേഴ്സ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ ഓർ പവർ. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ പവറോ അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ വാട്ടറോ നമുക്ക് വേണോ എന്നുള്ളത്. വെദർ എനി പ്രോസസ് ഓർ പ്രോഡക്റ്റ് patent needs to be honored while utilizing the selected process technology. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പ്രോസസ്സോ അതല്ലാന്നുണ്ടെങ്കിൽ ടെക്നോളജിക്കോ നമുക്ക് എന്തെങ്കിലും ദറ്റ് ഈസ് പ്രോഡക്റ്റിൻ്റെ പേറ്റൻറ്റ് നീഡ്സ്, പേറ്റൻറ്റ് റൈറ്റ്സ് മേടിക്കണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാം. ഓക്കെ, ആൻഡ് ദെൻ എനി സ്പെഷ്യൽ പൊല്യൂഷൻ ഓർ എൻവയൺമെൻറ്റൽ റെഗുലേഷൻസ്, എനി സ്പെഷ്യൽ പൊല്യൂഷനോ അതല്ലാന്നുണ്ടെങ്കിൽ എൻവയൺമെൻറ്റൽ റെഗുലേഷൻസോ അല്ലെങ്കിൽ അവിടെ നിന്ന് എൻവയൺമെൻറ്റൽ ബോർഡിൽ നിന്ന് നമുക്ക് ക്ലിയറൻസസ് എന്തെങ്കിലും മേടിക്കണോ എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. പിന്നെ
ഓക്കെ, ഫൈനലി ദ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ഇന്ത്യൻ എൻവയൺമെൻറ്റ് ആൻഡ് കണ്ടീഷൻസ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ത്യൻ എൻവയൺമെൻറ്റിൻ്റെയും അതിൻ്റെ കണ്ടീഷൻസിനും ബേസ് ചെയ്തിട്ടുള്ള NOC ആണ് നമുക്ക് പിന്നീട് ലഭിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഏകദേശം പ്രോസസ് സെലക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ. സോ വിച്ച് പ്രോസസ് വി ആർ ഗോയിങ് ടു അഡോപ്റ്റ്, whether we are going to use highly skilled persons or machinery. അതേപോലെ തന്നെ the machinery which we are using or the technology which we are using will need more water or power എന്നുള്ള ആ കാര്യം ഡിസൈഡ് ചെയ്യണം. if we want to get any patent എടുക്കണം എന്നുണ്ടെങ്കിൽ patent rights നമ്മൾ എടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ സ്പെഷ്യൽ പൊല്യൂഷൻ അങ്ങനെ എന്തെങ്കിലും കാറ്റഗറി A, നമ്മുടെ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നതാണ്. പ്രോഡക്റ്റ് കാറ്റഗറി എയിൽ വരുന്നതാണോ B1 B2 വരുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ എയിൽ വരുന്നതാണെങ്കിൽ സെൻട്രലിൽ നിന്നാണ് നമുക്ക് എൻവയൺമെൻറ്റ് ബോർഡിൻ്റെ ക്ലിയറൻസ് ലഭിക്കേണ്ടത്. B1 B2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ B2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ദറ്റ് ഈസ് എന്താ പറയുക, എൻവയൺമെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ എന്നാലും ജസ്റ്റ് ബോർഡിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയാൽ മതി B1 വരുന്ന കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ആൻഡ് നൗ വി ആർ ഗോയിങ് ടു അറേഞ്ച് ദ ഫിനാൻസ് റിക്വയർഡ് ഫോർ ദി പ്രൊജക്റ്റ്. നമ്മുടെ പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസിൻ്റെ റിക്വയർമെൻ്റ് ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോണത്. അതിലെ നീഡ് ഫോർ ഫിനാൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു, എങ്ങനെയാണ് നമ്മളിത് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ലോങ് ആൻഡ് മീഡിയം ടേം ലോൺസ്, ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, റിസ്ക് ക്യാപിറ്റൽ, സീഡ് ക്യാപിറ്റൽ, ബ്രിഡ്ജ് ലോൺസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഓരോന്നും എങ്ങനെയാണ് നമുക്ക് വേണ്ടതെന്ന്. ലോങ് ആൻഡ് മീഡിയം ടേം ലോൺസ് എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് ക്യാപിറ്റൽ അസറ്റ്സിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് ടേം ലോൺസാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് ഓരോ ദിവസത്തെ ഡേ ടു ഡേ എക്സ്പെൻസസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ റിസ്ക് ക്യാപിറ്റൽ, സീഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മാർജിനൽ മണി, നമുക്ക് ലോൺ കിട്ടാൻ താമസം എടുക്കും, അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാതിരിക്കേണ്ട അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യൽ എമൗണ്ടാണ് സീഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മാർജിനൽ മണി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദ ബ്രിഡ്ജ് ലോൺസ്, ടൈം ഗ്യാപ്പ്, നമുക്ക് ടൈം ലാഗ് ഉള്ളത് ബ്രിഡ്ജ് ചെയ്യാനായിട്ടുള്ളതാണ് ബ്രിഡ്ജ് ലോൺസ് എന്ന് പറയുന്നത്. സോ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻ ഇന്ത്യ ഫോർ MSME യൂണിറ്റ്സ് ഇസ് അവൈലബിൾ ഫ്രം എ വെറൈറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ലോണുകൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുള്ളത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. കമേഴ്ഷ്യൽ ആൻഡ് റീജിയണൽ റൂറൽ ഓർ കോപ്പറേറ്റീവ് ബാങ്ക്, SIDBI, SFC, SIDC, ഇവരൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. ഒന്ന് കമേഴ്ഷ്യൽ, അതല്ലാന്നുണ്ടെങ്കിൽ റീജിയണൽ റൂറൽ ഓർ കോപ്പറേറ്റീവ് ബാങ്കുകൾ. അതേപോലെ തന്നെ SIDBI, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി SFC ഓർ SIDC, ദറ്റ് ഈസ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഓക്കെ, ആൻഡ് ദെൻ ഫോർ ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് ഒരു ഫോർമൽ ആപ്ലിക്കേഷൻസ് നമ്മൾ ഫോർമൽ ആപ്ലിക്കേഷൻസാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഡോക്യുമെൻറ്റേഷൻ ഫോർ ലോൺ ആപ്ലിക്കേഷൻ, ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ P&Lൻ്റെ ഫോർ ലാസ്റ്റ് 3 consecutive ഇയേഴ്സിൻ്റെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇൻകം ടാക്സ് അസസ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്സ്, ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ്, പ്രൂഫ് ഓഫ് പൊസഷൻ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ആർക്കിടെക്ട്സ് എസ്റ്റിമേറ്റ് ഫോർ കൺസ്ട്രക്ഷൻ കോസ്റ്റ്, പാർട്ട്ണർഷിപ്പ് ഡീഡ്, memorandum and articles of association, project report and budgetary quotations of plant and machinery. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. സോ ഈ നമ്മൾ സബ്മിറ്റ് ചെയ്ത ഓരോ ഡോക്യുമെൻറ്റ്സും ആഫ്റ്റർ ദി സ്ക്രൂട്ടിനി ലോൺ സാങ്ഷൻ ചെയ്യണോ അതല്ലാന്നുണ്ടെങ്കിൽ റിജക്ഷൻ ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ അവർ ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ ഇസ് യൂണിറ്റ് ഡെവലപ്മെൻറ്റ്. Setting up an establishment is much more than putting a signboard up and waiting for customers to walk in. It requires negotiating a favorable plot or shed
ഓർഗനൈസിങ് ഫോർ പ്രോപ്പർ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്. സോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു എന്താ പറയുക, നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ളൊരു പ്ലോട്ട് കണ്ടു. ഇനി അതിൻ്റെ മീതയ്ക്കുള്ള ഇറ്റ് ഈസ് എന്താ പറയുക, ഒരു ഫാക്ടറി ഷെഡായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിംഗ് ആയിരിക്കാം. ഓക്കെ, സോ എന്താണോ അതിൻ്റെ അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ യൂണിറ്റ് നമ്മൾ പതുക്കെ ഡെവലപ്പ് ചെയ്യുന്നൊരു സ്റ്റേജാണ്. ആൻഡ് ദെൻ ഇസ് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്. സോ പ്ലോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഷെഡാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദാറ്റ് വിൽ ബി റെഡിലി അവൈലബിൾ എവിടെ ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളാണ്. ഡിസൈൻ ഓഫ് ഫാക്ടറി ബിൽഡിംഗ് അത് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, ആർക്കിടെക്റ്റിൻ്റെ എസ്റ്റിമേറ്റ്, ഒരു ഏകദേശം ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എത്ര വരും എന്നുള്ളത് ആർക്കിടെക്റ്റിൻ്റെ എസ്റ്റിമേഷൻ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ എത്രയാണ് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ഓഫ് മണി ആൻഡ് ഹൗ മച്ച് വി ആർ ഗോയിങ് ടു ടേക്ക് ആസ് എ ലോൺ ഫ്രം ദി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്നുള്ളതും നമ്മൾ അവിടെ അപ്ലിക്കേഷനിൽ നമ്മൾ കൊടുക്കേണ്ടതാണ്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ദേ വിൽ ഡിസ്ബേഴ്സ് ദി ലോൺ എമൗണ്ട്. ആൻഡ് ദെൻ സെവൻത്ത് വൺ ഈസ് ഗെറ്റിംഗ് ദ യൂട്ടിലിറ്റി കണക്ഷൻസ്. യൂട്ടിലിറ്റി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കതിലേക്ക് ഒരു യൂണിറ്റിനെ റണ്ണിങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള അതർ കണക്ഷൻസ് വേണം. ദറ്റ് ഈസ് പവർ, വാട്ടർ, അങ്ങനത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിനാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ യൂട്ടിലിറ്റീസ് ഓഫ് പ്രൈം ഇമ്പോർട്ടൻസ് ആർ പവർ ആൻഡ് വാട്ടർ. ഇൻ മെനി കേസസ് പവർ കണക്ഷൻസ് കോസസ് ഡിലേ ഇൻ സെറ്റിംഗ് അപ്പ് എ പ്ലാന്റ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ LT ആണോ HT ആണോ എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. പവർ കണക്ഷൻസ് ആർ ജനറലി ഓഫ് either low tension or high tension. If connected load is up to 100 kV നമുക്ക് വരുന്നത് low tension ആണ്. For connected load of 100 kVA or higher ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് high tension power ആണ് അവിടെ വരുന്നത്. Okay, and then is getting 3 M's right. 3M എന്താണ്? 3 Mൻ്റെ കാര്യങ്ങൾ. മെൻ, മെഷീനറി ആൻഡ് മെറ്റീരിയൽസ്. അതാണ് 3 കാര്യങ്ങൾ വരുന്നത്. പ്രൊജക്ഷൻസ് ഫോർ മാൻ പവർ ആൻഡ് സ്റ്റാഫിംഗ് ആർ മെയ്ഡ് ഇൻ ദ പ്രൊജക്റ്റ് റിപ്പോർട്ട്. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എത്ര ആൾക്കാരാണ് നമുക്ക് വേണ്ടത്? മാൻ പവർ, ഹ്യൂമൻ റിസോഴ്സ്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മെഷീനറി. സോ വിച്ച് കൈൻഡ് ഓഫ് ടെക്നോളജി ഓർ വിച്ച് പ്രോസസ്സ്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. രണ്ടാമത് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മെഷീനറീസാണ്, അവർക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള മെഷീനറീസാണ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് മെറ്റീരിയൽസാണ്. ഇത് പ്രോസസ്സ് ചെയ്യാനായിട്ട് മെന്നുണ്ട്, മെഷീനറി ഉണ്ട്. ഇനി ആവശ്യമായിട്ടുള്ളത് റോ മെറ്റീരിയൽസാണ്. സോ മെറ്റീരിയൽസ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് പ്ലാനിങ് ആർ ക്രിട്ടിക്കൽ ടു സക്സസ് ഓഫ് എ സ്റ്റാർട്ടപ്പ് വിത്ത് MSME യൂണിറ്റ്സ്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മാനേജബിൾ ക്യാഷ് ഫ്ലോ സിറ്റുവേഷൻസ് ആണ്. സോ ഓവർ സ്റ്റോക്കും നമുക്ക് വയ്ക്കാൻ പറ്റില്ല, അണ്ടർ സ്റ്റോക്കും നമുക്ക് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം നമ്മുടെ പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള അത്ര ഇൻപുട്ടിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ റോ മെറ്റീരിയൽസ് നമ്മൾ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. അത് ഓവർ സ്റ്റോക്ക് ആവാനും പാടില്ല, അണ്ടർ സ്റ്റോക്ക് ആവാനും പാടില്ല. സോ കൃത്യമായിട്ടുള്ളൊരു അനാലിസിസ് വേണം, ക്യാഷ് ഫ്ലോ അനാലിസിസ് വേണം. എന്നാലാണ് നമുക്ക് ഒരു തടസ്സമില്ലാത്ത രീതിയിൽ റോ മെറ്റീരിയൽസിൻ്റെ ഫ്ലോ ഉണ്ടാവുള്ളൂ. ആ ഫ്ലോവിനനുസരിച്ചാണ് ബാക്കി ഓരോ സ്റ്റേജിലും വരുന്ന ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. Okay, and the 9th point is filling of entrepreneurs memorandum and addresses of DIC. So section 8 of MSME Development Act 2006 provides for filing of memorandum. Okay, subsection 2 of section 8 stipulates that the form of the memorandum, the procedure of its filling and other matters incidental thereto എന്നുള്ളതാണ്. അപ്പോൾ മെമ്മറാൻഡം അതിൽ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഫിൽ ചെയ്യുക എന്നുള്ളതാണ്, ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് ഗെറ്റിംഗ് അപ്രൂവൽ. അപ്പോൾ MSME യൂണിറ്റ് നമുക്കിനി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്രൂവൽ ലഭിക്കണം. So every MSME unit has to comply with various regulations in force.
ദീസ് ഇൻക്ലൂഡ് റെഗുലേറ്ററി ആയിരിക്കാം, ടാക്സേഷൻ ആയിരിക്കാം, എൻവയൺമെൻറ്റൽ ആയിരിക്കാം, ആൻഡ് സർട്ടൻ പ്രോഡക്റ്റ് സ്പെസിഫിക് ക്ലിയറൻസസ് ആയിരിക്കാം. ഇതൊക്കെ 2 ദിവസത്തെ മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് അപ്രൂവൽസും ക്ലിയറൻസസും ലഭിക്കേണ്ടതെന്ന് അതൊക്കെ കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാം. ലൈസൻസിങ് ഇൻ ദ ഇൻഡസ്ട്രി സെക്ടർ ഇസ് ഗവേൺഡ് ബൈ ലൈസൻസിങ് എക്സംഷൻ നോട്ടിഫിക്കേഷൻ ആണ്. അതേപോലെ സ്മോൾ സ്കെയിൽ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് ലെസ് ദാൻ 50 or 100 വർക്കേഴ്സ് വിത്ത് ഓർ വിത്തൗട്ട് പവർ ദെൻ ഇറ്റ് വുഡ് നോട്ട് റിക്വയർ എ ലൈസൻസ് എന്നുള്ളതാണ്. സോ ഒരു 50 പേരിലൊക്കെ താഴെയുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കതിന് വേണ്ട ലൈസൻസിൻ്റെ കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല, പക്ഷേ അപ്രൂവൽ നമുക്ക് വേണ്ടതാണ്. ഓക്കെ. സബ്ജക്റ്റ് ടു ദിസ് ആൻ ഓൺടർപ്രണർ ക്യാൻ സെറ്റ് അപ്പ് ആൻ MSME യൂണിറ്റ് എനിവെയർ ഇൻ ദ കൺട്രി വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ. അപ്പോൾ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പരിമിതികൾക്കുള്ളിലാണ് വരുന്നതെങ്കിൽ നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും MSME യൂണിറ്റ് തുടങ്ങാവുന്നതാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് നമ്മുടെ ക്ലിയറൻസസ് ആണ്. An entrepreneur has to obtain several clearances depending upon the nature. ഈ ക്ലിയറൻസസിനെ കുറിച്ച് നമ്മൾ 2 ദിവസം മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റെഗുലേറ്ററി, എൻവയൺമെൻറ്റ്, പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ അതിൽ റെഗുലേറ്ററിയിൽ വരുന്നത് എന്തൊക്കെയാണ്? GST, ഇൻകം ടാക്സ്, അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ആളുടെ അടുത്ത് നമുക്ക് പെർമിഷനും കാര്യങ്ങളും അതൊക്കെ അംഗീകരിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ എൻവയൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ. സോ പൊല്യൂഷൻ ബോർഡിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് അവരെയും NOC ലഭിക്കേണ്ടതാണ്. പിന്നെ ചില പ്രോഡക്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, പ്രോഡക്റ്റ് സ്പെസിഫിക് ക്ലിയറൻസസ്. പ്രിൻറ്റിംഗ് പ്രസ്, അപ്പോൾ അതിന് ആരുടെ കയ്യിൽ നിന്നാണ് നമുക്ക് ക്ലിയറൻസ് ലഭിക്കേണ്ടത്? കോൾഡ് സ്റ്റോറേജ് ആണെന്നുണ്ടെങ്കിൽ അതിന് ആരുടെ അടുത്ത് നിന്നാണ്? ഇതൊക്കെ നമ്മളന്ന് കഴിഞ്ഞ 2 ക്ലാസ് മുമ്പത്തേൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിനോടൊപ്പം തന്നെ ലൊക്കേഷനെ കുറിച്ചിട്ടാണ്. ലൊക്കേഷൻ ഡിസിഷൻ, ഹൗ ടു സെലക്ട് എ ലൊക്കേഷൻ, ഹൗ ടു ചൂസ് എ ലൊക്കേഷൻ എന്നുള്ളതാണ്. Location decision means choosing an area where the enterprise is to be established. അപ്പോൾ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എല്ലാത്തിനുള്ള ആക്സസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കാം. പൊട്ടൻഷ്യൽ റവന്യൂ ദറ്റ് ക്യാൻ ബി അച്ചീവ്, കൺസ്യൂമർ സർവീസ്, ഓപ്പറേഷൻ കോസ്റ്റ്, ആക്സസിബിലിറ്റി, ലൊക്കേഷൻ സെലക്ഷൻ വെയർ ഫ്യൂ കോമ്പറ്റീറ്റേഴ്സ് ആർ അവൈലബിൾ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ടാക്സ് ആൻഡ് റെഗുലേഷൻസ്. ഇങ്ങനെ ഇതിന് എല്ലാത്തിനും പറ്റിയ ഒരു പ്ലേസ് ആയിരിക്കണം. കാരണം അല്ലെങ്കിൽ ഒരു ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും ദൂരം പോകേണ്ട ഒരു സിറ്റുവേഷൻ വേണ്ട. അപ്പോൾ എവറിത്തിങ് ഈസ് നിയർ ബൈ, എല്ലാത്തിനും നിയർ ബൈ ആക്സസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതും നമ്മൾ നോക്കേണ്ടതാണ്. ആൻഡ് ദെൻ എന്തൊക്കെ ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഒന്ന്, നിയർനെസ് ടു ദി റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസ് ബൾക്കി ആയിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള പ്ലേസ്. ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ത്രൂ സീ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, സീ ഷോറിൻ്റെ സൈഡിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഏകദേശം അതിൻ്റെ ഒരു വിത്തിൻ 3 to 5 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം. ആ ഒരു റേഡിയസ് വിട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ഇനി നമ്മുടെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ട്രെയിനിലാണ് വരുന്നതെങ്കിൽ, റെയിൽ ട്രാൻസ്പോർട്ടാണ് അവർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗോഡൗൺ തന്നെയാണ് നമുക്ക് എപ്പോഴും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. റോഡ് ട്രാൻസ്പോർട്ടാണെങ്കിൽ നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്കത് എത്തിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ 2 കാര്യങ്ങളും അതേപോലെ തന്നെ എയർപോർട്ടിൻ്റെ ഫെസിലിറ്റിയും, അപ്പോൾ റെയിൽ, സീ ആൻഡ് എയർ, ഈ 3 കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലങ്ങളായിരിക്കും ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ട് വരുന്നത്. ഓക്കെ. ആൻഡ് ദെൻ ഇസ് നിയർനെസ് ടു മാർക്കറ്റ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിലേക്ക് എത്തിക്കണം. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് വല്ലാണ്ട് ഒരു ഡിസ്റ്റൻസിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. നിയർനെസ് ടു ദി മാർക്കറ്റ്. ആൻഡ് ദെൻ അവൈലബിലിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്. അപ്പോൾ ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസും നിയർ ബൈ ഉണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, എഫ്ലുവൻറ്റ് ഡിസ്പോസൽ,
വേസ്റ്റ് ഡിസ്പോസൽ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എഫ്ലുവൻറ്റ് ഡിസ്പോസൽ. ഹൗ ഇൻ ദി ഓർഗനൈസേഷൻ ഇപ്പോൾ എത്ര പേരാണ് വർക്ക് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ 100 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഹൗ വി ആർ ഗോയിങ് ടു ഡിസ്പോസൽ ദ ഹ്യൂമൻ വേസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, സോ അവിടെ നമുക്ക് എന്താ പറയുക, ഒരു സാധാരണ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സെപ്റ്റിക് ടാങ്ക്സോ അല്ലെങ്കിൽ ആ കാര്യങ്ങളോ ഒന്നും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ അത് 4 ഷിഫ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, മോർ ദാൻ 100 പീപ്പിൾ ആർ വർക്കിംഗ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സോ ചിലപ്പോൾ ടൈം ടു ടൈം ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് ഏതെങ്കിലും വെഹിക്കിൾസ് യൂസ് ചെയ്തിട്ട് ഇവിടുന്ന് ക്ലിയർ ചെയ്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അത് ഡിസ്പോസ് ചെയ്യുന്ന ഒരു രീതിയായിരിക്കും ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരാം. എല്ലായിടത്തും നമുക്ക് അതിൻ്റേതായ സ്ഥല സൗകര്യം ഉണ്ടായെന്ന് വരില്ല. ഇപ്പോൾ സിറ്റിയിലൊക്കെയാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇൻഡസ്ട്രി എന്ന് എന്നുണ്ടെങ്കിൽ സിറ്റി എന്ന് പറയുന്ന ഏരിയ തന്നെ ഓൾറെഡി തിക്ലി പോപ്പുലേറ്റഡ് ആണ്. സോ ആ ഏരിയാസും നമുക്കിതിന് വേണ്ടി സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ ക്ലിയറൻസ് കിട്ടിയാലാണ് നമുക്ക് ബാക്കിയുള്ള ഇതിനുള്ള പെർമിഷൻ തന്നെ ലഭിക്കുള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ അവൈലബിലിറ്റി ഓഫ് ലേബർ ഫെസിലിറ്റി, ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്നതാണോ എന്നുള്ളത് നോക്കണം. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഗവൺമെൻറ് പോളിസി ഇഷ്യൂസ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ആൻഡ് ദെൻ ബാക്ക്വേർഡ് ഏരിയാസ്, അണ്ടർ ഡെവലപ്ഡ് ഏരിയാസ്, ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കാവുന്ന ഇൻസെൻറ്റീവ്സോ സബ്സിഡീസ് കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. ആൻഡ് ദെൻ ക്ലൈമറ്റ് കണ്ടീഷൻസ്, നമ്മുടെ ഇൻഡസ്ട്രിക്ക് പറ്റിയതായിട്ടുള്ള ക്ലൈമറ്റ് കണ്ടീഷൻസ് ആണോ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് ആണോ. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് യുവർ പ്രോഡക്റ്റ് ഓൾസോ. ആൻഡ് ദെൻ എൻവയൺമെൻറ്റൽ കൺസിഡറേഷൻസ് ആൻഡ് അതർ ഫാക്ടേഴ്സിൽ വരുന്നതാണ് പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ആൻഡ് ദെൻ മിലിറ്റൻസി ഓഫ് ട്രേഡ് യൂണിയൻ, ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ ടുവേർഡ്സ് ഓൺടർപ്രണർഷിപ്പ്. സോ നമ്മളൊരു എന്താ പറയുക, ഒരു ഓൺടർപ്രണർഷിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സംടൈംസ് ദ പീപ്പിൾ അറൗണ്ട് ദാറ്റ് പ്ലേസ്, പീപ്പിൾ ലിവിങ് ഇൻ ദാറ്റ് പ്ലേസ് സംടൈംസ് ദേ വോണ്ട് അലൗ. സോ അവരുടെ മെൻറ്റാലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അവരെ നശിപ്പിക്കാൻ, അവരുടെ സ്ഥലം നശിപ്പിക്കാനൊക്കെയാണ് ഇൻഡസ്ട്രി വരുന്നത് എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ നമ്മൾ കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, ആൻഡ് ദെൻ നമ്മളൊരു ചെറിയ രീതിയിൽ ഇത് എല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 9 M's ഇൻ എ നട്ട്ഷെൽ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഡോക്ടർ വിശ്വേശ്വരയ്യ എന്ന് പറയുന്ന വ്യക്തി ദാറ്റ് ഈസ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു 9 M's ആയിട്ട് കട്ട് ഷോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. മണി, മെറ്റീരിയൽ, മെൻ, മാർക്കറ്റ്, മോട്ടീവ് പവർ, മാനേജ്മെൻറ്റ് സ്റ്റാഫ്, മിഷനറി അവൈലബിലിറ്റി, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, മൊമെൻറ്റം ഓഫ് ഏർലി സ്റ്റാർട്ട്, ഇതെല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ആൻഡ് ദെൻ ലാസ്റ്റ്ലി വി ആർ ലുക്കിംഗ് അബൌട്ട് ദി ഐഡിയൽ ലൊക്കേഷൻ. അപ്പോൾ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ലിസ്റ്റഡ് ഫാക്ടേഴ്സും മേ ബി ക്ലാസിഫൈഡ് ആസ് പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സ് ആണ്. Compromise between these factors will help the entrepreneur to identify the ideal locations. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു, ഓരോ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇതിലൊക്കെ കൺസിഡർ ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില കോംപ്രമൈസസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിനേക്കാളും നല്ല ലൊക്കേഷൻ നമുക്ക് കിട്ടിയെന്ന് വരാം. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മാർക്കറ്റിൻ്റെ നിയർനെസ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ റോ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നതിൻ്റെ നിയർനെസ് ഉണ്ടായിരിക്കണം, എല്ലാ കാര്യങ്ങൾക്കും ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കണം, വർക്കേഴ്സിന് വന്നു പോകാനുള്ള സൗകര്യങ്ങൾ വേണം, അതേപോലെ തന്നെ ബേസിക് യൂട്ടിലിറ്റീസ് വേണം. എഫ്ലുവൻറ്റ് ഡിസ്പോസലിൻ്റെ കാര്യം നിർബന്ധമായിട്ടും കൃത്യമായിട്ട് പ്ലാനിലുള്ള പോലെ തന്നെ നമ്മൾ വളരെ നീറ്റായിട്ട് തന്നെ അത് ചെയ്തിരിക്കണം. പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അധികം ഹസാർഡസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നും ആവരുത്. ഹൈലി എൻവയൺമെൻറ്റിന് ഒരു തരത്തിലും നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരു വേസ്റ്റും ഒരു തരത്തിലും എൻവയൺമെൻറ്റിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിലൊന്നും തന്നെ ഉണ്ടാവരുത്.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ ചെയ്തിട്ടാണ് നമുക്കൊരു ചെറിയ രീതിയിലുള്ള ഒരു ബിസിനസ് തന്നെ സെറ്റപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ നെസസറി ആയിട്ടുള്ള സപ്പോർട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി. അപ്പോൾ ഈ ചാപ്റ്ററിൽ മുഴുവൻ നമുക്കുണ്ടായിരുന്ന എന്താണ്, ആരുടെ കയ്യിൽ നിന്നൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് ക്ലിയറൻസസ് വേണ്ടത്, എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക, എങ്ങനെയാണ് നമ്മളത് സ്ക്രീൻ ചെയ്യുക, എങ്ങനെയാണ് അത് ഫൈനലി നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നതും അത് റണ്ണിങ്ങിലേക്ക് വരാനുള്ള അതിൻ്റെ കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ സ്റ്റെപ്സ് എന്താണ്, പ്രൊസീജിയേഴ്സ് എന്താണെന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയിട്ടുള്ളത്. ഓക്കെ, സോ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് we will see with the new chapter and that will be the last chapter. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് അധികം വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരു ബിലോ 40 ക്ലാസ്സസിനുള്ളിൽ നമുക്ക് നമ്മുടെ സിലബസ് തീർക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ വളരെ ഈസി പേപ്പറാണ്, സിമ്പിൾ പേപ്പറാണ്. സോ പിന്നെ പഠിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും മാറ്റി വയ്ക്കേണ്ട. പഠിക്കാനുള്ളത് നേരത്തെ കൂട്ടി പഠിച്ച് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്നെടുത്ത് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്സോട് കൂടിയിട്ട് തന്നെ നമുക്ക് EDP ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു.